ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് എന്താ പറയുക, കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട്. കാരണം നമ്മൾ ഇവിടെ വന്ന ദിവസങ്ങളിൽ 100 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ 100 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വരുന്നത്. 55 ദിവസം പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട് 3 ദിവസം ഇനിയും വന്ന് നിൽക്കാൻ പറ്റും, പിന്നെ ഇവരൊക്കെ വീണ്ടും ഇവരുടെ കൂടെ ആ വീടിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി അതൊരു ലോകം തന്നെയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയ ഒരു ലോകം തന്നെയാണ്, പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ലോകമാണ്. ആ ലോകം ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമമുണ്ട്. ആ വീടാണെങ്കിലും നമ്മൾ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ഇനി ഒന്നുമില്ലാതെ സെറ്റ് പൊളിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി സങ്കടമുണ്ട്. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ, ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല വ്യക്തികളെയും പരിചയപ്പെടാൻ പറ്റിയതിൽ, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയതിൽ, ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു, വോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പെടുക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തെറ്റും? നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് എന്താ പറയുക, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കളിക്കുന്നവർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട്. ലക്ക് തന്നെയാണ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ഇവിടെ നിൽക്കണമെങ്കിൽ. കാരണം നമ്മൾ എത്ര നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ളൊരു പെർസെപ്ഷൻ. അപ്പോൾ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ജാസ്മിൻ തേർഡായിപ്പോയല്ലോ, അപ്പം അതിൽ വിഷമമുണ്ടോ? ഇല്ല, എനിക്ക് വിഷമമില്ല. ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പ് എടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയൊരു സ്റ്റേറ്റിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എന്നെക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത്. അവിടെ നിൽക്കുമ്പോഴും എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇൻറ്റൻഷൻ, എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഐ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് എ സ്ട്രോങ്. കാരണം മനക്കരുത്തില്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ വീടിൻ്റെ അകത്ത് അവളുടെ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്നാലും കുറച്ചൊക്കെ അനുഭവിച്ചിറങ്ങി കഴിയുമ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യനല്ലേ, തളർന്നു പോകും. ജാസ്മിനോട് പറഞ്ഞിരുന്നോ ഇത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റത്തിലേക്കാണ് ജാസ്മിൻ ഇനി പോകാൻ പോകുന്നത്? ഞാൻ ജാസ്മിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടിരിക്കണം, എല്ലാത്തിനെയും നേരിടുന്നത് എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയയാണ് ഞാൻ കൊടുത്തത്. കാരണം എത്ര സന്തോഷം വന്നാലും, എത്ര പുകഴ്ത്തി പറയാൻ ആൾക്കാരുണ്ടെങ്കിലും ഗ്രൗണ്ടഡായിട്ട് നിൽക്കണം. എത്ര ആൾക്കാർ അടിച്ച് താഴ്ത്തിട്ടാലും, എത്ര തളർത്തി കളയാൻ ആൾക്കാരുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിൽ കണ്ടസ്റ്റൻസിന് ഇടയിൽ അത്ര സ്നേഹമില്ല, ബോണ്ടിങ് ഇല്ല, അങ്ങനെയൊക്കെയാണ് കുറേ പേര് പറയുന്നത്. പബ്ലിക് ആർ ടോക്കിംഗ്. ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ബോണ്ടിങ്, സ്നേഹം എന്ന് പറയുന്നത് എല്ലാം എന്താ പറയുക, അവരെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മൾ തുടക്കം മുതൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഓ മൈ ഗോഡ്, ഇത് എത്രത്തോളം ഇവരോട് നമുക്ക് നിൽക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ഇനി ഇത് കഴിഞ്ഞാൽ ഇറങ്ങാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ആ വീഡിയോ കാണുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇത്രയും മെമ്മറീസ് എല്ലാം കാണുന്ന സമയത്ത് എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു. കാരണം എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ സില്ലി കാര്യങ്ങളാണ്. ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പുറത്ത് അനുഭവിക്കുന്നു. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പേര് വന്ന് ഒരുമിച്ച് കൂടി ഒരു വീട്ടിൽ ഇത്രയും നാൾ സർവൈവ് ചെയ്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അവരെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, കൂടെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഇത് കാണുന്ന പ്രേക്ഷകരോടും ഓൺലൈൻ മീഡിയനോടും എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ്, മാക്സിമം ജാസ്മിനെ പുഷ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന മെൻ്റൽ സ്റ്റേറ്റ് എന്താണ്. അതിപ്പോൾ ടോപ്പ് 5 ഇപ്പോൾ ഋഷിനോടാണെങ്കിലും അഭിഷേകിനോടാണെങ്കിലും ജിൻഡോച്ചനോട് അർജുനോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരതിൻ്റെ അകത്ത് 100 ദിവസം നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സീസണിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷർ മനസ്സിലാവും. ജാസ്മിന് മാത്രമല്ല, ആരെയും മാക്സിമം ഒന്ന് അവരോട് ഇത്തിരി സ്നേഹത്തോടെയും പരിഗണനയോടെയും കൺസിഡറേഷനോടും സംസാരിക്കുക. കാരണം ആ പ്രഷറിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിഞ്ഞു, ഷോ കഴിഞ്ഞു. ആക്ച്വലി ബേസിക്കലി 100 ദിവസം കഴിഞ്ഞു. ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും. എല്ലാവരും മെൻ്റൽ ഹെൽത്ത് നമ്മൾ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണം, അവരെ നമ്മൾ സ്നേഹത്തോടെ കാണണം. കാരണം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, കോംപ്ലിമെൻറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്ലീസ് ഗോ ഈസി ഓൺ ഹെർ ആൻഡ് എവറിബഡി എൽസ്. ഈ ഗെയിം കഴിഞ്ഞല്ലോ, ഈ ലവ് ട്രാക്കൊക്കെ ബേസിക്കലി ഗെയിമിൻ്റെ ഭാഗം തന്നെയായിരുന്നു ജാസ്മിനായിട്ട്. ലവ് ട്രാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും ഗെയിമിൻ്റെ അകത്ത് എൻ്റെ വായ കൊണ്ട് ഞാൻ ലവ് ട്രാക്ക് ആണെന്ന്, അതൊരു ട്രാക്കാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു, നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത്
ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കും അവളെന്താ ചെയ്തതെന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കാണ് അറിയുള്ളൂ. പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ടുള്ള ശീലം, അല്ലെങ്കിൽ ഈ പറയുന്ന 24 മണിക്കൂറിന് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്, അതിൽ വ്യത്യാസം വരും. പ്രണയമല്ല, അത് ഇപ്പോൾ പറയാറായിട്ടില്ല. ഈ ചോദ്യം തന്നെ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇമോഷൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും എല്ലാ കാരണങ്ങളും ഇതിലേക്ക് പോകണ്ട നമുക്ക്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും, എനിക്കത് ഗുണത്തെക്കാളേറെ എൻ്റെ ജീവിതത്തിന് അത് ബാധിക്കുക ചെയ്തത്. ഞാൻ ഇനി ഇതിൻ്റെ പേരിൽ ഇനി നാളെ ഇൻ്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ തെറിയേക്കാനും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ലെറ്റ്സ് ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദോസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അഖിൽ മാരാറിന്റെ പുറത്ത് വന്നിട്ട് കോൺട്രവേഴ്സി കേട്ടായിരുന്നു. എന്താണ്? അല്ല മറ്റേ പ്രസ് മീറ്റ് ആണോ? So what do you have to say about that as a contestant? ഞാൻ ആക്ച്വലി പബ്ലിക്കലി ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല. എനിക്ക് ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് അല്ല എൻ്റെ ജീവിതം. ബിഗ് ബോസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലൊരു ചാപ്റ്റർ മാത്രമാണ് ബിഗ് ബോസ്. ആ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കണം. സിനിമ തന്നെയാണ് എൻ്റെ സുപ്രീമായിട്ടുള്ള, എൻ്റെ പ്രൈമറി ആയിട്ടുള്ള കേന്ദ്രം. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകണം. എൻ്റെ ഇനി അടുത്ത വർക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള പരിപാടികളിലാണ് ഞാൻ. സ്ക്രിപ്റ്റുകൾ കേട്ട് അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ എനിക്ക് ബിഗ് ബോസിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സികൾ ഇനിയും ഇതിൽ നിന്ന് വീണ്ടും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്ത് വീണ്ടും കുറേ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ കുറേ ഫൈറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ബിഗ് ബോസ് അവസാനിച്ചു. ബിഗ് ബോസ് നടക്കേണ്ടത് പുറത്തല്ല, നടക്കേണ്ടത് ആ വീടിൻ്റെ അകത്താണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം ഷോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. അത് പുറം ലോകത്തിന് ഇത്രയും ബാധിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഗെയിമായിട്ട് കണ്ട് അതിൻ്റെ അകത്ത് തന്നെ വിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു. ജാസ്മിൻ 3-ാം സ്ഥാനത്ത് വന്നതെങ്കിലും 2-ാം സ്ഥാനത്ത് വോട്ടേന്നനുസരിച്ചിട്ടാണല്ലോ ഞങ്ങളെല്ലാവരും ഡിസേർവിംഗ് ആയതുകൊണ്ടാണ് ടോപ്പ് 5-ൽ എത്തിയത്. ഓരോരുത്തരും വളരെ ഡിസേർവിംഗ് ആയ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ട കാര്യങ്ങളെല്ലാം. അല്ല, പുറത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന ജിൻഡോ ജാസ്മിൻ എന്നൊരു ക്യാരക്ടറായിരുന്നു. പെട്ടെന്ന് ഈ അർജുൻ എന്ന് പറഞ്ഞൊരു ഒരു പെട്ടെന്ന് പൊങ്ങി വരുന്ന ഒരു തോന്നിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു അർജുൻ്റെ ഒരു വരവ്. ഓഡിയൻസ് അല്ലേ, ഓഡിയൻസ് പെട്ടെന്നായിരിക്കും. ഇപ്പം അവിടെ വീക്ക്ലി ഗ്രാഫിനെ കാണിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചിലപ്പോൾ ഉയർച്ച ഉണ്ടാവും, ചിലപ്പോൾ താഴ്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഷോ ആയിട്ട് ഇത് ആരാണ് ഇതിനകത്തുനിന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ആൾ ചിറ്റപ്പൻ തന്നെയാണ്. അതുകൊണ്ട് ചിറ്റപ്പൻ എന്തായാലും വിൻ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു. ചിറ്റപ്പൻ വിൻ ചെയ്തു. ഡിസേർവിംഗ്, മോസ്റ്റ് ഡിസേർവിംഗ്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് എനിക്ക് ഐഡിയ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. പക്ഷെ ഇപ്പോൾ ബിക്കം ലൈക്ക് എ ബോയ് നെക്സ്റ്റ് ഡോർ ട്രാൻസിഷൻ ആണ്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വൺ ഓഫ് ദി മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്നെ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് സക്സസ് ആണ്. അതാണ് എൻ്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കപ്പ്. അതാണ് എനിക്കത് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളുടെ ഇത്ര പേരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ തല ഉയർത്തി നെഞ്ചും വിരിച്ച് നിന്ന് നിൽക്കുന്നത് അത് കാരണമാണ്. അത് എൻ്റെ ക്യാരക്ടർ ഇതാണ്. അപ്പം ഇത് ജനങ്ങൾ കാണുക, ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ പ്രയോറിറ്റി ഞാൻ സക്സസ് ആയി എന്നുള്ളതാണ്. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി കയറുന്നതിന് മുന്നേ ഡിഡ് യു ഹാവ് എനി അജണ്ട? ഇങ്ങനെയാണ് കളിക്കണം, അങ്ങനെ കളിക്കണം, അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. ഞാൻ ആദ്യം നമ്മൾക്ക് ഈ ഗെയിം തുടങ്ങുന്നതിന് എല്ലാവരും പറയും ഭയങ്കര പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ വെച്ച് ഗെയിം എന്തായാലും വൈൽഡ് കാർഡ് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളായിട്ട് നിന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെയേ ഉള്ളൂ. അതെ, യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം ഒരു സൈലന്റ് ആയിട്ടുള്ള ഗെയിമാണ്. അത് ബാധിച്ചോ? ഇല്ല, എനിക്ക് അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നേ അതിൻ്റെ പുറത്ത് പോയത്. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നിന്നു. ഞാൻ ഇവിടെ വരെ വന്നു, ടോപ്പ് 5 വരെ വന്നില്ല. അപ്പം അത് ബാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ചലഞ്ചേഴ്സ് ഒക്കെ വന്നപ്പോൾ ചലഞ്ചസ് ആ സമയത്ത് എനിക്കൊരു ഭയങ്കര സ്ട്രെസ്സൊക്കെ കയറിയിട്ട് ഭയങ്കര പ്രഷർ കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വയ്യാണ്ടായി കുറച്ച്. അപ്പോൾ ഞാൻ ആ ഒരു ഡൗൺ ആയി. ആ സമയത്ത് നല്ലോണം ഡൗൺ ആയി. നല്ലോണം ഡൗൺ ആയി. പക്ഷേ അത് കുഴപ്പമില്ല. അത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വന്നു. ഡു യു റിയലി തിങ്ക് ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ജഡ്ജ്മെൻറ്റ് ശരിക്കും പ്രേക്ഷകരെ ഉദ്ദേശിച്ചതാണോ? ആയിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാകുന്നില്ല. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ഇഷ്യൂസോ ഒന്നും എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല.
ജനങ്ങൾ എനിക്ക് നാലാം തരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ സന്തോഷത്തോടെ അവിടെ വന്ന് നിന്നു, ഞാനത് സ്വീകരിച്ചു, ഞാൻ വന്നിരുന്നു. എനിക്ക് വേണ്ടത്, എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ടെൻഷൻ എൻ്റെ ഫോൺ കിട്ടി കഴിയുമ്പോൾ എനിക്ക് അറിയണം ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. എനിക്ക് അതായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ. പക്ഷേ അത് കറക്റ്റായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ നല്ലോണം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതായിരുന്നു എൻ്റെ മെയിൻ സംഭവം. ബാക്കി ജനങ്ങൾ അവർക്ക് കൊടുത്തോ, 1 അവർക്ക് കിട്ടിയോ, ഇവർക്ക് 2 കിട്ടിയോ, അതൊന്നും ഞാൻ ബോധയുടെ അല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണെ ചുറ്റി കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. നോർമലി ഇറ്റ് ഇസ് ദയർ, ബട്ട് ഇത്തവണ കുറച്ച് എക്സ്ട്രാ ആയിരുന്നു. പിന്നെ അഖിൽ മാരാറിന്റെ അക്യൂസേഷൻ അതും ഇതും കുറെ ഉണ്ടായിരുന്നു. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഡു യു ഹിയർ എനിത്തിങ്? ഞാൻ ഇതുവരെ ഒന്നും നോക്കില്ല. ഞാൻ രാത്രി ലേറ്റായിട്ടാണ് വന്നത്, പിന്നെ കിടന്നു. ഇപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു റെഡിയായി. എനിക്ക് കൂടുതൽ ഇഷ്യൂസ് ഒന്നും അറിയാം. ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ ഇഷ്യൂസ് തലയിടുന്ന ഒരാളുമല്ല. നിങ്ങളങ്ങനെ എന്നെ വലിയ കോൺട്രവേഴ്സിലൊന്നും നീ കാണാനും പോകുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനിപ്പോൾ എൻ്റെ ഫോക്കസ് എൻ്റെ മൂവീസാണ്. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകും. അല്ലാതെ ഇപ്പോൾ ജിൻഡോയുടെ വിജയത്തെ പറ്റി എന്താ പറയാനുള്ളത്? അദ്ദേഹം അർഹിക്കുന്ന വിജയം തന്നെയാണ്. അദ്ദേഹം നല്ലോണം ഗെയിം പഠിച്ച് വന്ന് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കറക്റ്റായിട്ട് കളിച്ചു, അദ്ദേഹം നേടി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്ത് അങ്ങനെ പുള്ളിക്കാൻ അത് നേടിയെടുത്തു. അർഹിക്കുന്ന വിജയം തന്നെയാണ്, കുഴപ്പമില്ല. ജാസ്മിൻ 3-ാം സ്ഥാനത്ത് എത്തേണ്ട ആൾ തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് ഇവർക്ക് കിട്ടി, അതെന്തിനാ അങ്ങനെ കിട്ടി, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷ് ആവുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കയറി നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കൂട്ടി നമ്മളെന്തിനാണ് വെറുതെ വയ്യാണ്ടാവുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി, ഓക്കെ ഗുഡ്, ബാക്കിയുള്ളവർക്ക് കിട്ടിയതെങ്കിൽ കിട്ടി, സന്തോഷം, ഞാനത് വിട്ടു. അല്ലാതെ ഞാൻ ബാക്കിയൊന്നും അവർ അർഹരാണോ അങ്ങനെയൊന്നും അതൊന്നും ഞാൻ ചിന്തിക്കാൻ പോയിട്ടില്ല. ഒരു ചോദ്യം കൂടി. So what are your future plans? ഇപ്പോൾ ഡ്രീംസ് ഒക്കെ ആക്ടിങ് അതാണ് പറയുന്നത്. So what do you think about that? ഞാൻ അത് തന്നെയാണ്. അപ്പം എനിക്ക് നാട്ടിൽ ചെന്നിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട്, പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും സിനിമയുടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി എങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അതാണ് എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് മൂവീസാണ്. അത് ഞാൻ ചെയ്യും. ഇനി കൂടുതൽ കാണാം. കൂടുതൽ എന്തായാലും കാണും. നിങ്ങൾ എന്തായാലും കാണും, ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ